ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിലൂസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോയാണ്. ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയ ഒരു വീഡിയോയാണ് പച്ചമാങ്ങ എണ്ണയിൽ പൊരിച്ചത്. മാങ്ങാ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും ഇപ്പോൾ പച്ചമാങ്ങ കാണാം. നിങ്ങൾ ഒരിക്കലെങ്കിലും പച്ചമാങ്ങ എണ്ണയിൽ പൊരിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്തു നോക്കണേ, അടിപൊളിയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിനു വേണ്ടി നമ്മൾ എടുക്കേണ്ടത് തൊലി കട്ടിയുള്ള പച്ചമാങ്ങയാണ്. തൊലിക്ക് കട്ടിയില്ല എങ്കിൽ മാങ്ങ എണ്ണയിൽ പൊരിക്കുമ്പോൾ കുഴഞ്ഞു പോകും. മാങ്ങ നന്നായി കഴുകിയ ശേഷം നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് സ്റ്റൗ ഓണാക്കാം. പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. ചൂടായ എണ്ണയിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും വറുത്തെടുക്കുമ്പോൾ മുളക് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വറുത്തെടുത്ത വറ്റൽമുളകും കറിവേപ്പിലയും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം പാനിലുള്ള എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ച മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. മാങ്ങ രണ്ട് സൈഡും മറിച്ചിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. മാങ്ങ മൂത്ത് വരുവാൻ കുറച്ച് സമയമെടുക്കും. ഈ സമയം നേരത്തെ വറുത്തെടുത്ത് വെച്ച വറ്റൽമുളകും കറിവേപ്പിലയും മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകാതിരിക്കാൻ നോക്കണം. മാങ്ങ നന്നായി മൂത്ത് കഴിയുമ്പോൾ രണ്ട് സൈഡും ബ്രൗൺ കളറായി മാറും. മാങ്ങ നന്നായി മൂത്ത് കഴിഞ്ഞാൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാനിൽ ബാലൻസ് ഉള്ള എണ്ണയിൽ കടുക് പൊട്ടിച്ചെടുക്കണം. കൂടെ അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി പാനിൽ നിന്നും കടുക് പൊട്ടിച്ചത് മാറ്റിയ ശേഷം പാനിലേക്ക് നേരത്തെ ചതച്ച് വെച്ച വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. തുടർന്ന് അല്പം മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കണം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച മാങ്ങ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മാങ്ങയിലേക്ക് കടുക് പൊട്ടിച്ചത് കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. നമ്മുടെ വറുത്ത മാങ്ങ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളിത് ചെയ്തു നോക്കാൻ ശ്രമിക്കണം. കുറേ നാൾ കേടാകാതെ ഇരിക്കുന്ന ഒരു ഐറ്റമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.